ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഔഷധ ഗുണമുള്ള ശംഖുപുഷ്പം കൊണ്ടുള്ള പുട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ, വെള്ളയുണ്ട്, നീലയുണ്ട് ശംഖുപുഷ്പം. അപ്പോൾ ഏതായാലും നല്ല ഔഷധ ഗുണമുള്ള ഒരു പൂവാണത്. അപ്പം അതിന് പുട്ടിൽ, ഇഡലി ഇതിലൊക്കെ ഉണ്ടാക്കാം. ഇതിൻ്റെ വെള്ളം എടുത്തിട്ട് കേട്ടോ, സത്ത് എടുത്തിട്ട് അപ്പോൾ വെട്ടിത്തിളച്ച വെള്ളം അത് വെക്കുക. നന്നായി വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോൾ ഈ ഫ്ലവർ കഴുകിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ സത്തെടുത്ത് നമ്മൾ പൊടിയിലിട്ട് ഉണ്ടാക്കുക. ഇതേ നോക്കിയേ, ഈ പൂവ് ഒത്തിരി ഔഷധങ്ങൾ നിറഞ്ഞതാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ ഇതിനെക്കുറിച്ച്, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം. ചായക്ക് മാത്രമല്ല, പുട്ടിന്, ഇഡലിക്ക്, നൂലപ്പത്തിനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇതിന് ആ വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ കണ്ട എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ കണ്ണിന് കാണാനും ഭംഗിയുണ്ട്, നമുക്ക് നല്ല ഔഷധമാണ്, അത് ശരീരത്തിനും നല്ലതാണല്ലോ. കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയാൽ വളരെ ഇഷ്ടമായിരിക്കില്ലേ. ഇപ്പോൾ ഞാൻ ക്യാരറ്റ് പുട്ടൊക്കെ ഉണ്ടാക്കിയത് നേരത്തെ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. ഇതിപ്പോൾ ശംഖുപുഷ്പം കൊണ്ടുണ്ടാക്കുന്ന പുട്ട് കേട്ടോ. അത് നനച്ച് ചൂടോടുകൂടി തന്നെ പുട്ടുപൊടിക്കകത്ത് നനയ്ക്കുക. ആവശ്യത്തിനുള്ള തേങ്ങയിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. രുചികരമായ പുട്ടാണ്. ഇതിന് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. ഇതും ചായ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കാരണം അതിൻ്റെ കളർ തന്നെ കണ്ടാൽ കഴിക്കാൻ തോന്നുമല്ലോ. കളറിന് വേണ്ടി മാത്രമല്ല കേട്ടോ, വീണ്ടും ഞാൻ പറയുന്നു, ഔഷധമാണ്. ഇതുണ്ടാക്കി നോക്കണം.